ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വീലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. ചുരക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ബോഡി കൂൾ ചെയ്യാൻ സഹായിക്കും, വെയിറ്റ് ലോസിന് സഹായിക്കും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും, വയറിനുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം, നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കും, സ്ട്രെസ് റിലീവറാണ്. അങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ചുരക്കയ്ക്ക്. അപ്പോൾ ചുരക്ക നമ്മൾ തോല് ചെത്തി നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുവിലത്തെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ക്യൂബ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കും. ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഓപ്പൺ പാനിൽ വേവിച്ചെടുക്കാം. ഇത് ഒരു 10-20 മിനിറ്റ് വേണം നന്നായിട്ട് വെന്ത് കിട്ടാൻ. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ചുവന്ന വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ എടുത്തിട്ടിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് നമുക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു എരിവും ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ പുളിശ്ശേരിക്ക് കിട്ടും. ഇനി നല്ല പുളിച്ച മോര് വേണം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചുരക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തേങ്ങ മിക്സിയിൽ അരച്ചെടുക്കാം. ചുവന്ന മുളകിൻ്റെ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ചുരക്കയിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും നമുക്ക് പുളിച്ച മോര് ആഡ് ചെയ്ത് കൊടുക്കാം. മോര് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ആഡ് ചെയ്യാവൂ. കുറേശ്ശെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തോളൂ. ഞാൻ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി താഴെ ഇറക്കി വെച്ചിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, കറിവേപ്പില, ഇത് ഇത്രയും സാധനങ്ങളിട്ട് കടുക് വറുത്തെടുക്കാം. ഉലുവ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ലതാണ്. ഒരു ടേസ്റ്റ് നമ്മുടെ പുളിശ്ശേരിക്ക് കിട്ടും. അധികം ഇട്ട് തിളപ്പിക്കേണ്ട പുളിശ്ശേരി, ആ ഇരിക്കുന്ന ചൂടിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇനി കുറച്ച് കായപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്നെടുത്ത് താഴെ വയ്ക്കാം. അപ്പോൾ ഇത് എൻജോയ് ചെയ്യണം. ഇതൊരു വെറൈറ്റി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട്.